അപ്പൊ ഇന്ന് ന്യൂനുവിന്റെ ലഞ്ച് വെറുംചോറ്, വൻപയർ ഉപ്പേരി, നാരങ്ങ അച്ചാറാണ്. പിന്നെ സ്നാക്സ് കൊടുത്തിരുന്ന ചെറിയൊരു കേക്കാണ് കേട്ടോ. അപ്പൊ അവള് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡി ആവുന്നൊന്നും ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്ക ഇവിടെ ഇല്ല. അപ്പൊ അവളെ കൊണ്ടുവിടുന്നത് അനിയനാണ് കേട്ടോ. ഇക്ക ഇന്നലെ പോയതാണ്, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവൾ അനിയന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഒറ്റക്കായതുകൊണ്ട് ഇവന് ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവള് ക്ലാസ് വിടാനായിട്ടുണ്ട് കേട്ടോ. 4 മണി ആവാനായിട്ടുണ്ടായിരുന്നു ടൈം. അപ്പൊ ഞാൻ അവളെ എടുക്കാൻ വേണ്ടി പോവാ. ഇക്ക അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ പോണം അവളെ എടുക്കാൻ. അപ്പൊ എമിനുവിനെ കൊണ്ടുപോവാന്ന് റിസ്ക് ആണ്. കാരണം അവനെ എടുത്ത് പോകണം എനിക്ക് ബുദ്ധിമുട്ടാണ്. അത്രയും അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മെയിൻ റോഡാണ് കേട്ടോ. അത് കുറച്ച് കയറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവനെ ഞാൻ അവിടെ നമ്മളെ നൈബറിന്റെ അടുത്ത് ആക്കിയിട്ടാട്ടോ പോരുന്നേ. അങ്ങനെ ദാ നമ്മള് സ്കൂൾ എത്തിയിട്ടുണ്ട് ട്ടോ. ഞാൻ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ സ്കൂൾ വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് LKG UKG ആ ഒരു ഭാഗം വിടും. പിന്നെയാണ് 1, 2 അങ്ങനെ വിടുന്നത്. അപ്പൊ ഇതാണ് ന്യൂനിന്റെ സ്കൂൾ ട്ടോ. മജുമ ഇംഗ്ലീഷ് സ്കൂൾ തരട്ടമ്മൽ തന്നെ. നമ്മൾ തൊട്ടടുത്ത് തന്നെ കുറച്ചൊരു കയറ്റം കയറിയ നമ്മളെ സ്കൂളായി. അപ്പൊ ഓരോ പാരന്റ്സും മക്കളെ കൊണ്ടുവരാൻ വരുന്നുണ്ട്. ഞാൻ ഇക്ക ഇല്ലാത്തപ്പോ മാത്രമേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരാറുള്ളൂ. അപ്പൊ തന്നെ കണ്ട പാടെ അവൾ ഓടി വരുന്നുണ്ട് കേട്ടോ. അവള് കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വരികയാണ്. വന്നിട്ട് അവളെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ലഡു, അതുപോലെ തന്നെ മിഠായി, അവളെ ഫ്രണ്ടിന്റെ ഉപ്പ വന്നിട്ടുള്ള മിഠായി, ഇതൊക്കെ ഞങ്ങൾക്കാണ് അവൾ കൊണ്ടുവന്നത്. അവള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷമായിട്ടോ. ഞങ്ങളെ മക്കള് ചെറിയൊരു മിഠായി ആണെങ്കിൽ പോലും അമ്മക്ക് എടുത്ത് വെച്ചിട്ട് അവരുടെ ഫേവറേറ്റ് ആണ് ഉള്ള സംഭവമാണ്. അതൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുവന്നതിന് ഭയങ്കര ഇഷ്ടമല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടെ ഇരുന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാത്രി അവക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ചോറ് എന്തായാലും ഇന്ന് ഇല്ലായിരുന്നു. ഉച്ചക്ക് ഞാൻ മാത്രമായതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവക്ക് ബിരിയാണി ആക്കി തരുമോ ചോദിച്ചപ്പോ ചിക്കൻ ഉണ്ട്. അപ്പൊ ഞാൻ തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. തട്ടിക്കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ഈ ബിരിയാണി കണ്ടിട്ട് തന്നെ നല്ല രസം തോന്നുന്നില്ലേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബിരിയാണി കഴിച്ചു. അവൾക്കും ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവളും അത്യാവശ്യത്തിനും കഴിച്ചോളും. ബിരിയാണി കാര്യങ്ങളൊക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനും എമിനും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അവളോട് അഭിപ്രായമൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷടാ നമ്മൾ 3 പേരും ഒന്ന് കിടക്കാൻ പോവാണ്. നമ്മൾ ഒറ്റക്കാണ്. പിന്നെ അനിയൻ വരും. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ ബൈ.